പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തെ ചൊല്ലി തർക്കം. അധിക യോഗ്യത ഉള്ളവരെ പരിഗണിക്കില്ലെന്ന ആശുപത്രി സൂപ്രണ്ട്. പ്ലസ് ടുവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും യോഗ്യത വേണ്ട ജോലിക്കായി ബിരുദവും പിജിയും യോഗ്യതയുള്ളവർ എത്തിയതോടെയാണ് സൂപ്രണ്ടിന്റെ നിലപാട്. 100-ലധികം പേരാണ് അഭിമുഖത്തിന് എത്തിയത്. എന്നാൽ അധിക യോഗ്യതക്കുറവല്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയി നിലപാടെടുത്തു. അധിക യോഗ്യത ഉള്ളവരെ തിരിച്ചയച്ചത് ശരിയായില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അധികമായിട്ടുള്ളൊരു അയോഗ്യതയല്ലല്ലോ. അതേ ചൊല്ലി വീണ്ടും ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഇന്റർവ്യൂ നടത്തിയാൽ മതിയെന്ന് ഉള്ള തീരുമാനത്തിൽ ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് ഇന്റർവ്യൂ മാറ്റിവെക്കാൻ പറഞ്ഞു. ഏകദേശം 75 മേലാൾ വന്നിരുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. നല്ല തിരക്കായിരുന്നു. ഇതിനകത്ത് കൃത്യമായി എന്താണ് എന്നുള്ള അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തരണം. അതായത് നിങ്ങളിപ്പോൾ ഈ പ്ലസ് 2 യോഗ്യത പറഞ്ഞിരിക്കുന്നു, ഡിഗ്രി ആൻഡ് മാസ്റ്റർ ഡിഗ്രി യോഗ്യതയുള്ളവർ വരണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അവർ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തരണം എന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രവീൺ പുരുഷോത്തമൻ, ഈ അധിക യോഗ്യത ഒരു യോഗ്യതക്കുറവാണ് എന്നുള്ളതാണ് ആശുപത്രിയുടെ വിശദീകരണം. ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആ തസ്തികയിൽ നിയമനം നടത്തുമ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആ ജോലിയിൽ നിയമിക്കപ്പെടുന്നവർക്ക് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ശമ്പളം കൊടുക്കുക. 20,000 രൂപയിൽ താഴെ മാത്രമാണ് ശമ്പളമുണ്ടത്. ആ ഒരു തസ്തികയിലേക്ക് ആകെ 3 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ആ ഒഴിവിലേക്കാണ് 75-ലധികം ഉദ്യോഗാർത്ഥികൾ എത്തിയത്. അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് പത്രങ്ങളിൽ പരസ്യം നൽകിയത് പ്ലസ് 2വും ഒപ്പം തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിരുന്നു. പക്ഷേ അവിടെ എത്തിയ ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗവും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ളവർ ആയിരുന്നു. ഇതോടുകൂടി ആശുപത്രി അധികൃതർ ഒരു കൺഫ്യൂഷനിൽ, ഒരു സങ്കടത്തിലായിപ്പോയത്. അതായത് ഈ അധിക യോഗ്യതയുള്ളവർ അവിടെ വന്നിരിക്കുന്നു, അതേസമയം തന്നെ ഈ പ്ലസ് 2വും ഒപ്പം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിപ്ലോമ മാത്രമുള്ളവരുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ആ ഏറ്റവും കുറഞ്ഞ മിനിമം യോഗ്യതയുള്ളവരെ മാത്രം എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ പോവുകയായിരുന്നു. നമ്മൾ അല്പസമയം മുമ്പ് ആശുപത്രി സൂപ്രണ്ടിനോട് സംസാരിച്ചിരുന്നപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് PSCയുടെ ഒരു ഉപദേശമുണ്ട്, അതായത് ഏറ്റവും കുറഞ്ഞ യോഗ്യത. അതേസമയം തന്നെ NRHന്റെ ചെറിയ ആ കുറഞ്ഞ യോഗ്യത പ്ലസ് 2വും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മാത്രം പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണ് അഭിമുഖം നടത്തുന്നത് എന്നുള്ളതാണ് ആശുപത്രിയുടെ വാദം. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.